ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഗർഭകാലം എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണതയുടെയും അതുപോലെ തന്നെ കാത്തിരിപ്പിൻ്റെയും ഉത്കണ്ഠയുടെയും ആശങ്കയുടെയും ഒക്കെ കാലഘട്ടമാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവരവരുടെ അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകളും വ്യതിയാനങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഗർഭകാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ അമ്മയും ഈ 9 മാസക്കാലം പലതരത്തിലുള്ള സങ്കീർണതകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഗർഭിണികളിൽ ഭൂരിഭാഗം പേർക്കുള്ളതും അവർ സ്വകാര്യമായി വയ്ക്കാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു അസുഖമാണ് മൂലക്കുരു അഥവാ പൈൽസ്. ഗർഭകാലത്തുണ്ടാകുന്ന മൂലക്കുരു നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമുള്ള ചർമ്മത്തിലുണ്ടാകുന്ന ഹെമറോയ്ഡൽ എന്ന് പറയുന്ന ഒരു ഘടന വീർക്കുകയും അതിന് വീക്കം സംഭവിക്കുകയും ചെയ്യുമ്പോൾ മലമൂത്ര വിസർജനം നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ പിണ്ഡം പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഈ പൈൽസ് അഥവാ മൂലക്കുരു എന്ന് പറയുന്നത്. നമ്മുടെ ഗർഭാശയം വലുതായതുകൊണ്ട് തന്നെ ഇത് ഹെമറോയ്ഡലിൽ ഉണ്ടാക്കുന്ന ഒരു സമ്മർദ്ദം മൂലമാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ ഗർഭകാലത്തും അതിനുശേഷവും ഈ പൈൽസ് നമുക്ക് വളരെയധികം അസ്വസ്ഥതയും അതുപോലെ തന്നെ വേദന ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു അസുഖം തന്നെയാണ്. ഗർഭകാലത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഹോർമോണാണ് നമ്മുടെ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ ഇത് സിരകൾക്ക് വിശ്രമം നൽകുന്നു. ഇങ്ങനെ ഈ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന വിശ്രമം മൂലക്കുരുവിലേക്കുള്ള രക്തചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് നമുക്ക് അമിതമായിട്ടുള്ള രക്തസ്രാവം, അതുപോലെ തന്നെ വീക്കം, പുറത്തേക്ക് തള്ളി നിൽക്കൽ എന്നിവ ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നു. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടിട്ടാണ് നമുക്ക് മൂലക്കുരു അഥവാ പൈൽസ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടിവയറ്റിലും അതുപോലെ തന്നെ ഗുദഭാഗത്തും ഒരുപാട് ആയാസം കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് മൂലക്കുരു അഥവാ പൈൽസ് ഉണ്ടാവുന്നു. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മളിങ്ങനെ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രഷർ ചെയ്തിട്ടാണ് നമുക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ സാധിക്കുന്നത് എങ്കിൽ നമുക്ക് പൈൽസ് അഥവാ മൂലക്കുരു ഉണ്ടാവും. നമ്മൾ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് വ്യായാമങ്ങളൊന്നും തന്നെ ചെയ്യാതെ എപ്പോഴും വിശ്രമം തന്നെയാണെങ്കിൽ നമുക്ക് മൂലക്കുരു ഉണ്ടാകുന്നു. ഗർഭസമയത്തോ അതിനുശേഷമോ ഉണ്ടാകുന്ന മൂലക്കുരുവിനെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബാഹ്യ മൂലക്കുരു, ആന്തരിക മൂലക്കുരു, പ്രൊലാപ്സഡ് ഹൈമറോയിഡുകൾ, ത്രോംബൈസ് ഹൈമറോയിഡുകൾ, അങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ബാഹ്യമൂലക്കുരു. ബാഹ്യമൂലക്കുരു എന്ന് പറഞ്ഞാൽ ഇത് മലദ്വാരത്തിന് ചുറ്റുമുള്ള ചർമ്മത്തിലായിരിക്കും കാണുന്നത്. പിന്നെ ഇത് വികസിച്ച് വരുന്നതും അവിടെ തന്നെ ആയിരിക്കും. നമുക്ക് മലദ്വാരത്തിൻ്റെ പുറത്ത് ഇത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രസവാനന്തര മൂലക്കുരുവാണ് ഏറ്റവും സാധാരണമായിട്ട് കൂടുതൽ ആളുകൾക്കും ഉള്ളത്. അടുത്തത് ആന്തരിക മൂലക്കുരു. ഇതെന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൻ്റെ ഉള്ളിലായിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് കാണാൻ പറ്റില്ല. രക്തസ്രാവവും അതുപോലെ തന്നെ പൈൽ മാസ് പുറത്തേക്ക് തള്ളി വരുന്നതും പിന്നീട് നമുക്ക് അനുഭവപ്പെടുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ പ്രൊലാപ്സ് ഹൈമറോയിഡുകൾ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ആന്തരികമായിട്ട് രൂപം കൊള്ളുന്ന ഒരു മൂലക്കുരുവാണ്. ഇത് പുറത്തേക്ക് നീണ്ടു നിൽക്കുകയും അകത്തേക്ക് തള്ളിയിടാൻ നമ്മൾ ശ്രമിക്കുന്നത് വരെ തുടരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവ കുറേ നേരം പുറത്ത് തന്നെ ഇരുന്നാൽ തള്ളിയിടാൻ ശ്രമിക്കും തോറും അകത്തേക്ക് പോകാനായിട്ട് പ്രയാസമാകും. കൂടാതെ ഇത് വേദന കൂടുതലായിട്ടുണ്ടായിരിക്കും ഈ മൂലക്കുരുവിന്. അടുത്തത് ത്രോംബോസ്ഡ് ഹോമറോയിഡുകൾ. ഇതെന്ന് വെച്ചാൽ നമ്മൾ രക്തം കട്ട പിടിപ്പിച്ച് രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ഈ മൂലക്കുരു. ഇത് ഭയങ്കര വേദന നിറഞ്ഞതും അതുപോലെ തന്നെ ഇത് പുറത്തും ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും കാണപ്പെടാം. ഇനി നമുക്കിതിനെ എങ്ങനെ ഒഴിവാക്കാം, അതായത് ഗർഭകാലത്തും അതിനുശേഷവും ഉണ്ടാകുന്ന ഈ മൂലക്കുരു നമുക്ക് എങ്ങനെ വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് കൂടുതൽ നേരം നമ്മൾ പ്രഷർ കൊടുക്കുകയും ബുദ്ധിമുട്ടിച്ച് മലമൂത്ര വിസർജനം ചെയ്യുകയും ചെയ്യാതിരിക്കുക. രണ്ടാമതായിട്ട് മലബന്ധം ഒഴിവാക്കുക. മലബന്ധം ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ പച്ചക്കറികൾ, ധാന്യങ്ങൾ, മഗ്നീഷ്യം എന്നിവ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അടുത്തതായിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. നമ്മൾ ധാരാളം വെള്ളം കുടിക്കുമ്പോൾ മലത്തിൽ ദ്രാവകത്തിൻ്റെ അളവ് കൂടുകയും കുടലിൽ കൂടുതൽ മൃദുലവും ചലനവും ആകുമ്പോൾ നമുക്ക് വേഗത്തിൽ മലമൂത്ര വിസർജനം നടത്താനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ഇത് മൂലക്കുരു വളരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. അടുത്തത് നമ്മൾ ധാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. അതായത് ബ്രൊക്കോളി, ഗ്രീൻ പീസ്, പച്ചക്കറികൾ, പഴങ്ങൾ, കറുത്ത പയറുകൾ, പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ എന്നിവ കൂടുതലായിട്ട് കഴിക്കുക. അടുത്തത് നമുക്ക് പ്രസവത്തിന് ശേഷം എന്തുകൊണ്ടാണ് മൂലക്കുരു വരുന്നത് എന്ന് നോക്കാം. പ്രസവത്തിനായിട്ട് നമ്മൾ കൂടുതൽ നേരം പുഷ് ചെയ്യുമ്പോൾ നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമുള്ള ഞരമ്പുകളിലേക്ക് രക്തം കൂടുതലായിട്ട് ഒഴുകുന്നു. അങ്ങനെ
കൂടുതലായിട്ട് ഒഴുകുമ്പോൾ ഇത് രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് മൂലക്കുരു ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡെലിവറി നടക്കുന്നതെങ്കിലും നമുക്ക് മൂലക്കുരു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ പ്രസവശേഷമുള്ള മലബന്ധം, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുതലാണെങ്കിലൊക്കെ നമുക്ക് അങ്ങനെ മൂലക്കുരു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രസവശേഷം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.